ഹലോ എവ്രി വൺ. മുമ്പിട്ടിരുന്നൊരു വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട് അമൃത എൻ്റെ ദാൽ കറിയുടെ റെസിപ്പി ചോദിച്ചിരുന്നു. ഞാൻ ഈ ഒരു അടുപ്പിൽ 3 അടപ്പ് ദാലായിരുന്നു എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് കുക്കറിൽ തന്നെ വെച്ച് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തു. ദാല് മുങ്ങിക്കിടക്കാൻ മാത്രം പാകത്തിന് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുക്കർ നല്ല ടൈറ്റായിട്ട് അടച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. ദാല് വേവുന്ന സമയത്ത് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ 2 തക്കാളിയും 3 ചെറിയ സവോളയും 2 പച്ചമുളകും കഴുകി വൃത്തിയാക്കി എടുക്കാം. സവോള ഇങ്ങനെ ചെറിയ 3 സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് റോസ്റ്റായി വരാനും എളുപ്പമായിരിക്കും. തക്കാളി അതേപോലെ തന്നെ ചെറിയ 3 സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ തക്കാളി കട്ട് ചെയ്യുന്ന വഴിക്ക് പല ഷേപ്പിൽ പോവും. പിന്നെ എൻ്റേതായ റെസിപ്പി ആയതുകൊണ്ട് ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പച്ചമുളക് ഇങ്ങനെ നടുവേന്ന് കീറിയിടുന്നതാണ് ദാൽ കറിക്ക് നല്ലത്. ഈ സമയത്ത് നമ്മുടെ കുക്കർ അവിടെ 2 വിസിൽ അടിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ 2 വിസിലിനൂടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 4 വിസിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ കുക്കർ 4 വിസിലടിച്ച സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ എയറൊക്കെ ഇറങ്ങി ഒന്ന് കൂൾ ചെയ്യാനായിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കി അതിലേക്ക് പാൻ ചൂടാവാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അത്യാവശ്യം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടുകെല്ലാം പൊട്ടിയിരിക്കുന്ന ചൂടെണ്ണയിലോട്ട് നമുക്ക് ആദ്യം പച്ചമുളകും സവോള ഇട്ട് കൊടുക്കാം. തക്കാളിയേക്കാൾ ടൈം സവോളയ്ക്കാണ് റോസ്റ്റ് ആവാൻ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സവോളയും പച്ചമുളകും ആദ്യം ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നത്. അത് നല്ലോണം കുറച്ച് നേരം വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് റോസ്റ്റായി കിട്ടും സവോള. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം വഴറ്റാം. ഈ ഒരു റെസിപ്പിയുടെ പകുതി സമയം പോകുന്നത് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടാണ് കേട്ടോ. പക്ഷെ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഏകദേശം നല്ലോണം വഴണ്ടി ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. എൻ്റെ ദാൽ റെസിപ്പിയിൽ ഞാൻ ആകെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതേപോലെ കുറച്ച് മല്ലിപ്പൊടി. ഇതിൻ്റെയൊക്കെ അളവ് എൻ്റെ ഒരു ഏകദേശം കണക്കുകൂട്ടലിലാണ് ഞാൻ ചേർക്കുന്നത്. എന്താണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, നമുക്കത് മതിയല്ലോ. പിന്നെ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മൂപ്പിക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പരിപ്പ് വെന്ത് വന്നിരിക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയാണുള്ളത്. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് നമ്മുടെ ദാലിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ വെള്ളമൊക്കെ ചേർത്ത് കംപ്ലീറ്റ്ലി നമുക്ക് ദാൽ ഇതിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 10 മിനിറ്റ്സ് ഞാൻ നല്ലോണം തിളയ്ക്കാനായിട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നോക്കിക്കതാ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാൽ കറി നമുക്ക് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.